ഞാൻ ചാലഞ്ച് ചെയ്യാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇവിടെ ഈ പറഞ്ഞ സുഗതൻ എന്ന് പറഞ്ഞ കൗൺസിലറിന് അവധി കൊടുത്തിരിക്കുന്നത്? ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇല്ലാത്ത റൈറ്റ് ഉപയോഗിച്ച് അവധി കൊടുത്ത് നമ്മൾ നിയമത്തിന് പോകും, നമ്മൾ സെക്രട്ടറി എടുത്ത് പോകുന്നു, ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോകുന്നു. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മുനിസിപ്പൽ ആക്ടിനെയാണ്. 91K സെക്ഷൻ 91K മുനിസിപ്പൽ ആക്ട്, ഇതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒന്ന് വായിക്കാതെ 91K അതൊക്കെ പറഞ്ഞു. 91K എന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് 2 കൊടുത്തിട്ടുണ്ട് എല്ലാ കൗൺസിലർമാർക്കും. ഓക്കെ, അല്ല ഇതാ സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ ആക്ട് അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഇന്ന് ഉറങ്ങണം എല്ലാവരും. ശബരിനാഥൻ, ശരിക്കും പറഞ്ഞാൽ ശബരിനാഥൻ ഇനിയും VV രാജേഷിനെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇങ്ങേര് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഇതിനോടകം തന്നെ ഇങ്ങേര് തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പ്രതിപക്ഷത്തിന്റെ പോലും കിളി പറത്തുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും മേയർ VV രാജേഷിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ ഈ പറയുന്ന കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇതുവരെയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്ത് തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കും. കാരണം ഇത് ആള് വേറെ ലെവലാണ് എന്നുള്ളത് ഇങ്ങനെ തെളിയിച്ച് കഴിഞ്ഞടേ അതിൽ നിങ്ങൾ പെട്ടു, നിങ്ങൾ വാരിക്കുഴിയിൽ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം ശബരിനാഥന്റെ ഒന്നും ഒരു കളിയും ഇങ്ങേരടുത്ത് നടക്കത്തില്ല എന്നുള്ളത് ഈ സുഗതൻ വിഷയത്തിൽ 100% തെളിഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിയ പൊറാട്ട് നാടകങ്ങൾ, ഇപ്പൊ പിടിച്ച് താഴെ ഇറക്കിക്കളാൻ, ഇപ്പൊ മലത്തി അടിക്കാന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് എന്തായി ഒരു വലിയ ട്വിസ്റ്റ് അല്ലേ അവിടെ സംഭവിച്ചത് തന്നെയും. നിങ്ങൾ പോലും പ്രതീക്ഷിച്ചോ ഇങ്ങനെ ഒരു കാര്യം VV രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളത്? അപ്പോൾ അതുപോലും ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറമാണ് അങ്ങേരി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ആപത്ത് നിങ്ങൾക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിങ്ങൾ പൊറാട്ട് നാടകം കളിക്കുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശബരിനാഥ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു ചുക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷിനെ മലത്തിയടിച്ചുകൊണ്ട് നടത്തിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള പച്ചയായ സത്യം നിങ്ങൾ ഇനിയെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും നാറും, നിങ്ങൾ നല്ല രീതിക്ക് നാറും, ജനങ്ങളുടെ മുന്നിലും നാറും. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ നാടകങ്ങൾക്കും നിങ്ങൾ നാരാണക്കൾ എടുക്കുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറും എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ തോതിലുള്ള ഒരു പതനമായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്ന VV രാജേഷ് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രത്തോളം ഒക്കെ തന്നെ ഉള്ള ഒരു സംഭവമായി മാറും എന്നുള്ളത്. അതും ഈ പറയുന്ന സുഗതന്റെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഇപ്പൊ ലാസ്റ്റ് നടന്ന ആ ഒരു കോർപ്പറേഷൻ മീറ്റിംഗിൽ തന്നെ ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതും കോൺഗ്രസിൽ നിന്ന് ഒരുത്തനെ പിടിച്ച് ഇപ്പുറത്തോട്ട് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും സുഗതൻ ഇങ്ങനെ ഒരു അവധി കൊടുക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിച്ചതിൽ നിന്നും വ്യക്തമാണ് ആരാണ് VV രാജേഷ് എന്ന മുതലെന്നുള്ളത്. അപ്പോൾ അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഇനിയും ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കാണിച്ച് കോർപ്പറേഷനിൽ ആളാവാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം മണ്ടന്മാരായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. സോ VV രാജേഷിനോട് മുട്ടാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇനിയും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് VV രാജേഷുമായിട്ട് മുട്ടാൻ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പരിഹാസ കഥാപാത്രങ്ങളായി മാറുന്ന തരത്തിലോട്ട് കോർപ്പറേഷനിലും തിരുവനന്തപുരം ജനങ്ങളുടെ മനസ്സിലും കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാരണം വിചാരിച്ച ഒരു പുള്ളിയല്ല VV രാജേഷ്. അങ്ങേരും എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ തരത്തിൽ ഏതൊട്ട് ഇസട്ട് വരെയുള്ള എല്ലാ തരം കാര്യങ്ങളും പയറ്റി തെളിഞ്ഞിട്ട് തന്നെയാണ് ആ കസേരയിൽ വന്ന് ഇരിക്കുന്നത് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രതിപക്ഷമെങ്കിലും ആവാം. അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത തരത്തിലോട്ട് VV രാജേഷ് ചിലപ്പോൾ അവിടെ കാര്യങ്ങൾ മാറ്റുമെന്നുള്ളത് ചിന്തിക്കുക.